യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ വചനത്തിൽ ഈശോ അരുളി ചെയ്യുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എന്നിട്ട് പറയാം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, ഈശോ വന്നിരിക്കുന്നത് അവർക്ക്, അതായത് ആർക്കാണ് ജീവൻ നഷ്ടപ്പെടാൻ. മുമ്പിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, കള്ളം വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക്, ആരുടെ ജീവിതത്തിലാണോ കള്ളനായ പിശാച് ആരെ മോഷ്ടിച്ച് കൊന്ന് നശിപ്പിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കുള്ള നിയമമാണ്. ഈ നിയമം, ഈ വചനം ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ നിങ്ങൾ മാംസം ധരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ടു പോയോ? കാരണം ജീവനെതിരായ നിയമമാണ് ഈ സമൂഹത്തിൽ, ലോകത്തിൽ ധാരാളം ഉള്ളത്. ജീവനെതിരായ നിയമം, മരണത്തിൻ്റെ നിയമങ്ങൾ. എന്നാൽ ശരീരത്തിലുള്ള രോഗം അത് മരണത്തിൻ്റെ നിയമമാണ്. നിന്റെ മനസ്സിൻ്റെ രോഗം അത് മരണത്തിൻ്റെ നിയമമാണ്. നിന്നെ വേട്ടയാടുന്ന ഭയം അത് മരണത്തിൻ്റെ നിയമമാണ്. നിന്നെ ഞെരുക്കുന്ന ആകുല ചിന്തകൾ അത് മരണത്തിൻ്റെ നിയമമാണ്. നിന്റെ വിശ്വാസക്കുറവ്, നിന്റെ സംശയം, നിന്റെ അവിശ്വാസം അത് മരണത്തിൻ്റെ നിയമമാണ്. നിന്റെ അമിതമായ ദുഃഖം, എപ്പോഴും ദുഃഖിക്കുന്ന നിന്റെ സ്വഭാവ രീതികൾ അത് മരണത്തിൻ്റെ നിയമമാണ്. ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയിൽ എപ്പോഴും നിരാശയാണ്, അത് മരണത്തിൻ്റെ നിയമമാണ്. ഇങ്ങനെ മരണത്തിന് ഒത്തിരി നിയമങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന്റെ ജീവന്റെ നിയമത്തെക്കാളും മനുഷ്യരെ ഭരിക്കുന്നത് ഈ മരണത്തിന്റെ നിയമങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ മരണത്തിന്റെ നിയമത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് രോഗങ്ങൾ വിട്ടു മാറിപ്പോകാത്തത്. നീ തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിലുള്ള മരണത്തിന്റെ നിയമം ഏത് തലത്തിലാണ് കിടക്കുന്നത്. നീ നിന്നെ തന്നെ നീ കണ്ടെത്തുക. നീ ചിന്തിച്ച് നോക്കുക, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഈ പറഞ്ഞ മരണത്തിൻ്റെ നിയമങ്ങൾ? എപ്പോഴും എനിക്ക് നിരാശയാണോ എപ്പോഴും ഉള്ളത്? എനിക്ക് എപ്പോഴും ഭയമാണോ ഉള്ളത്? എപ്പോഴും എനിക്ക് ദുഃഖമാണോ ഉള്ളത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? എനിക്ക് എല്ലാത്തിനെയും സംശയമാണോ? എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ഞാൻ എപ്പോഴും കോപിഷ്ഠനാണോ, പൊട്ടിത്തെറിക്കുന്ന മനുഷ്യനാണോ? എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തവനാണോ? ഇതൊക്കെ മരണത്തിൻ്റെ നിയമങ്ങളാണ്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പിൻ്റെ അവസ്ഥ. നീ ജീവിക്കുന്ന പാപത്തിലാണോ? അത് മരണത്തിൻ്റെ നിയമമാണത്. നിന്നെ ഭരിക്കുന്ന മദ്യാസക്തിയോ വ്യഭിചാരാസക്തിയോ നിന്റെ കണ്ണുകളുടെ ദുരാശകളോ ആണെങ്കിൽ അത് മരണത്തിൻ്റെ നിയമമാണത്. ഇങ്ങനെ മരണത്തിൻ്റെ നിയമം നിന്റെ ശരീരത്തിൽ ഭരണം നടത്തുമ്പോൾ അവിടെ ജീവനില്ല, അവിടെ ജീവന് വസിക്കാൻ പറ്റില്ല. ജീവൻ ആരുടേതാണ്? ജീവൻ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ് ജീവൻ. യേശുക്രിസ്തുവിലൂടെ ആ ജീവൻ നൽകുന്നത്. അപ്പോൾ യേശുക്രിസ്തു വഴി നൽകപ്പെടുന്ന ജീവൻ നമ്മൾ വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളെ ഭരിക്കുന്നത് മരണത്തിൻ്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. 2, അത് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. കുറച്ച് ജീവൻ തരാമെന്നല്ല പറഞ്ഞത്. പിന്നെയോ സമൃദ്ധമായ ജീവനാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത്. സമൃദ്ധമായ ജീവൻ. നമുക്കൊരു പാത്രത്തിൽ, ഇപ്പം നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട്, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയെ കിട്ടുമെങ്കിൽ കുടിക്കും. പക്ഷെ നിങ്ങൾ വെള്ളം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഗ്ലാസിൻ്റെ കാൽഭാഗത്ത് മാത്രമുള്ള വെള്ളം കിട്ടിയുള്ളൂ എങ്കിൽ നിങ്ങളുടെ ദാഹം ശമിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് സമൃദ്ധി വേണമോ? നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്, നമുക്ക് നല്ല ദാഹമുണ്ടാകും. അപ്പോൾ ഈ ദാഹം വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് അത്രമാത്രം വെള്ളം കുടിക്കാൻ തോന്നും. അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, സമൃദ്ധമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് അതുകൊണ്ടൊന്നും ആകില്ല. നമുക്ക് വേണ്ടുന്ന സമൃദ്ധി. ഈശോ പറയുന്നത് എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സമൃദ്ധിയെ ദൈവം നൽകുന്നത്. അപ്പോൾ നീ ചോദിക്കേണ്ടതുമേ, എനിക്ക് സമൃദ്ധമായ ജീവൻ വേണം. എനിക്ക് ഭാഗികമായ ജീവനല്ല വേണ്ടത്, സമൃദ്ധമായ ജീവനാണ് എനിക്ക് വേണ്ടത്. ആ സമൃദ്ധി കൊണ്ട് മാത്രമേ ഞാൻ നിറയപ്പെട്ട് ഞാൻ സ്വതന്ത്രനാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു നിമിഷം കണ്ണടച്ച് വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചിന്തിച്ച് നോക്ക്, നിന്റെ ഉള്ളിലുള്ള മരണത്തിൻ്റെ നിയമം എന്താണ്?
പാപത്തിലൂടെ ഭരണം നടത്തുന്ന മരണത്തിൻ്റെ നിയമങ്ങൾ. ഞാനിങ്ങനെ പറയുന്നവരോട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ജീവിക്കണം. ദൈവം നൽകിയ ആയുസ്സുകളോളം ജീവിക്കണം. മരണം എന്നത് ഒരു പൈശാചിക ബന്ധനമാണ്. മരണം അത് പാവം വഴി കടന്നു വന്നതാണ്. ആ മരണത്തിന് നിന്റെ മേൽ ഇപ്പോൾ അവകാശമില്ല എന്ന് നീ മനസ്സിൽ പറയണം. എത്രയോ പ്രാവശ്യം നീ മരിക്കണം എന്ന് ചിന്തിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചോളാം. ആ നിയമത്തെ നീ മാറ്റിക്കള, പിഴുതെറിഞ്ഞുകള. എനിക്ക് ജീവിക്കണം. ദൈവം ആയുസ്സിനും കാലത്തോളം എനിക്ക് ജീവിക്കണം. എൻ്റെ മേൽ മരണമെന്ന നിയമത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. എൻ്റെ അവിശ്വസ്തകളിലൂടെ, എൻ്റെ പാപങ്ങളിലൂടെ, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട തെറ്റായ വാക്കുകളിലൂടെ ഞാൻ മരണത്തെ മാടി വിളിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക്. അതിലൂടെ ഞാൻ രോഗിയായി. മരണം സംഭവിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ മനസ്സ് മരിച്ചു. ആത്മാവിന് മരണം, ശരീരത്തിന് മരണം. രോഗാവസ്ഥയിൽ ഞെരുക്കപ്പെട്ട് എത്രമാത്രം മരുന്ന് കഴിച്ചാലും സുഖമാകുന്നില്ല. എന്നും പീഡകളാണ്, വേദനകളാണ്, ഞെരുക്കങ്ങളാണ്, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ദൈവമേ, എൻ്റെ തെറ്റായ പ്രവൃത്തികളിലൂടെ, എൻ്റെ പാവപ്രവൃത്തികളിലൂടെ എന്നിലേക്ക് കടന്നു വന്ന മരണത്തിൻ്റെ നിയമത്തെ ഇതാ അവിടുത്തെ വചനമയച്ച് പിഴുതെറിഞ്ഞ് എന്നെ അവിടുന്ന് സ്വതന്ത്രനാക്കണമേ. എന്നെ സ്വതന്ത്രയാക്കണമേ കർത്താവേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എൻ്റെ അവിശ്വാസത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ നിയമത്തെ അവിടുന്ന് ഇപ്പോൾ സ്ഥാപിച്ചു തരണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ സാധാരണ വിതച്ചിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ, സംശയത്തിൻ്റെ, ഭയത്തിൻ്റെ ആ നിയമത്തെ പിഴുതെറിഞ്ഞ് എൻ്റെ ഹൃദയത്തില് വിശ്വാസത്തിന്റെ നിയമത്തെ അവിടുന്ന് ഇപ്പോൾ സ്ഥാപിച്ചു നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പിന്റെ, നിരാശയുടെ, ഭയത്തിന്റെ പൈശാചിക നിയമങ്ങളെ പിഴുതെറിഞ്ഞ് എൻ്റെ ഹൃദയത്തില് ദൈവസ്നേഹത്തിന്റെ നിയമത്തെ അവിടുന്ന് ഇപ്പോൾ സ്ഥാപിച്ച് ഉറപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ നിരാശയിലൂടെ, മരണത്തിന്റെ നിയമങ്ങളിലൂടെ, എൻ്റെ പാപങ്ങളിലൂടെ, എൻ്റെ അവിശ്വാസങ്ങളിലൂടെ, എൻ്റെ ആസക്തികളിലൂടെ എന്നിൽ ഭരണം നടത്തുന്ന മരണത്തിന്റെ ശക്തികളെ പിഴുതെറിഞ്ഞ് ജീവന്റെ നിയമത്തെ എന്റെ മേൽ സ്ഥാപിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം അങ്ങേക്ക്, മഹത്വം യേശുവേ. നന്ദി, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ആരാധന. സ്തുതിക്കുന്നപ്പാ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. കണ്ണുകൾ തുറക്കാം. പാപത്തിലൂടെ പിശാച് മരണത്തിന്റെ നിയമത്തെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളപ്പോൾ, ദൈവത്തിന്റെ നിയമത്തിലൂടെ ദൈവം നമുക്ക് ജീവന്റെ നിയമത്തെ നമ്മൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ജീവന്റെ നിയമം? എന്തായിരിക്കാം ജീവന്റെ നിയമം? റോമാലേഖനം 7-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. റോമ 7:10. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. അതിലൊന്ന് തെറ്റു പറയാം. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന് വേണ്ടിയുള്ള പ്രമാണം. എന്താ ജീവന് വേണ്ടിയുള്ള പ്രമാണം? ഒറ്റ വാക്കിൽ വചനം. വചനമാണ് ജീവന് വേണ്ടിയുള്ള നിയമം. ദൈവത്തിന്റെ വചനമാണ്. മനസ്സിലാക്കണം പരിവിടരെ. ഒരു വശത്ത് പാപത്തിലൂടെ പിശാച് നമ്മുടെ ജീവനെ കവർന്നെടുത്തപ്പോൾ ദൈവം നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി തന്റെ വചനം അയച്ചു തന്ന് നമ്മൾ ആവശ്യപ്പെട്ടു, ഈ വചനത്തിൽ നീ ജീവിക്കേ, ഈ വചനപ്രകാരം നീ ജീവിക്കേ, ഈ വചനം നീ അനുസരിച്ച് ജീവിക്കേ. നിന്റെ മേലെ മരണത്തിന് ആധിപത്യം ഉണ്ടാവുകയില്ല. നിന്റെ മേലെ മരണത്തിന് ശക്തികൾക്ക് ഇടമുണ്ടാവുകയില്ല.
നിന്റെ മേൽ രോഗത്തിന്റെ ദുരാത്മാക്കൾക്ക് ഇടമുണ്ടാവുകയില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ആശ്രയിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലാണോ മരണത്തിന്റെ നിയമത്തിലാണോ? മരണത്തിന്റെ നിയമത്തിലാണ്. കാരണം ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ജീവന്റെ നിയമം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ വചനങ്ങളാണത്. ദൈവത്തിന്റെ വചനങ്ങള് അതിലൊരുവൻ വിശ്വസിക്കുമ്പോൾ, അത് ആശ്രയിക്കുമ്പോൾ, അത് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചെടുക്കുന്നത് ഒറ്റ വഴിയിലൂടെയാണ്, വചനത്തിലൂടെയാണ്. വചനം അനുസരിക്കുന്നതിലൂടെ മാത്രമാണ്. വേറെ ഒരു കുറുകു വഴിയില്ല. നിങ്ങൾ എത്രമാത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ശരി, എന്തെല്ലാം തരത്തിലുള്ള മറ്റു തരത്തിലുള്ള നിങ്ങൾ ശാരീരിക പീഡ അനുഭവിച്ചാലും ശരി, നിങ്ങൾ എന്തെല്ലാം നിങ്ങൾ ചെയ്താലും നിന്റെ ജീവിതത്തിൽ വചനം നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്കൊരു അനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ല. നീ ബാഹ്യമായി എന്തെല്ലാം നീ ചെയ്താലും ശരി, നീ വചനം അനുസരിക്കുന്നില്ല എങ്കിൽ, നീ വചനത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ നിനക്കൊരു അനുഗ്രഹം പോലും പ്രാപിക്കാൻ പറ്റില്ല. കാരണം അനുഗ്രഹങ്ങളെല്ലാം വചനത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അത് വചനം വഴി സ്ഥാപിക്കപ്പെട്ടതാണ്. അതല്ലാണ്ട് പുറത്തൊരു അനുഗ്രഹമില്ല. ദൈവത്തിന്റെ വചനത്തിലൂടെ അല്ലാണ്ട് ഒരു അനുഗ്രഹം പോലും പുറത്തില്ല. അതായത് ഇപ്പൊ അബ്രഹാത്തെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു, ദാവീദിനെ അനുഗ്രഹിച്ചു, ഇവിടെ അനേകം പ്രവാചകന്മാരെ അനുഗ്രഹിച്ചു. ഇതെല്ലാം വചനം വഴിയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളും വചനത്താൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് മാറണം. നാം വചനം അനുസരിക്കുന്നവരായിട്ട് മാറണം. അത് വചനം വഴി മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ലഭിച്ചിട്ടുള്ള സാമ്പത്തിക അനുഗ്രഹങ്ങളോ ഭൗതിക അനുഗ്രഹങ്ങളോ ശാരീരിക ആത്മീയ അനുഗ്രഹങ്ങളോ നമുക്ക് ലഭിക്കണമെങ്കിൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുപോലെ, ഇസ്ഹാക്ക് ദൈവത്തെ അനുസരിച്ചതുപോലെ, യാക്കോബ് ദൈവത്തെ അനുസരിച്ചതുപോലെ ഞാനും നിങ്ങളും അനുസരിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നവർക്കെല്ലാം ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് എങ്ങനെയാണ് കടന്നു വരേണ്ടത്? എങ്ങനെ നമ്മളിലേക്ക് യേശുവിന്റെ ജീവൻ കടന്നു വരേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം 12-ാമത്തെ വചനം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനും കഴിവ് നൽകി. എന്നിട്ട് പറഞ്ഞ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ. നമ്മൾ ഓരോ വചനവും നിങ്ങൾ നാവ് കൊണ്ട് പറയുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കാരണം വചനമാണ് ജീവൻ. വചനത്തിലാണ് ജീവനുള്ളത്. അപ്പോൾ യേശുവിനെ ജീവൻ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണത്? വചനം സ്വീകരിക്കുക. വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വചനം വിശ്വസിക്കുക. അത് ഹൃദയത്തിലേക്കാണ് സ്വീകരിക്കപ്പെടേണ്ടത്. ഹൃദയത്തിലേക്കാണ് വചനം സ്വീകരിക്കപ്പെടേണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, നീ ഇത് വിശ്വസിച്ച് കഴിയുമ്പോൾ, അത് ഹൃദയത്തിൽ പാകപ്പെട്ട് കഴിഞ്ഞു. ഹൃദയത്തിൽ ആ വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതോടെ വളരാൻ തുടങ്ങും. വിതയ്ക്കപ്പെട്ട ആ വിത്ത് അത് വളരണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി വിചാരിക്കുക. നിങ്ങളൊരു പൂന്തോട്ടം ഉണ്ടാക്കി വീടിന് മുറ്റത്ത്. ഈ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടെ വിത്തുകൾ വിതച്ചു, നല്ല ചെടികളുടെ വിത്തുകൾ നിങ്ങൾ വിതച്ചു. ഒരു പക്ഷേ നിങ്ങൾ റോസക്കമ്പുകൾ വെട്ടി ആ മണ്ണിൽ നട്ടു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ നോക്കൂല്ലയോ? നോക്കുമോ? താല്പര്യമുള്ളവരുമായി നോക്കും. എന്താ നോക്കുന്നത്? വിത്ത് കിളിർത്ത് വന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നന്നായിട്ട് കിളിർത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? സന്തോഷം അല്ലേ? ഭയങ്കര സന്തോഷം. നിങ്ങൾ നട്ടുവെച്ച റോസയുടെ ആ മുകുളം, ഒരു ചെറിയൊരു മുകുളം ഇത് പൊട്ടി വരുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ദൈവമേ, ഞാൻ നട്ട റോസ അത് കിളിർത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മണ്ണിൽ വിതച്ച ആ വിത്തും ആ റോസക്കമ്പും അതിൽ മുകുളങ്ങൾ വളർന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായെങ്കിൽ, നിങ്ങൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ വിതയ്ക്കപ്പെട്ട ഈ വചനം കിളിർക്കുന്നുണ്ടോ, ഇത് വളരുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? മറുപടിയില്ല.
ഇതാണ് വ്യത്യാസം. നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പോകും. പക്ഷെ നമ്മളിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട, നമ്മുടെ ഹൃദയം എന്ന വയലിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം അത് കിളിർക്കുന്നുണ്ടോ, വളരുന്നുണ്ടോ എന്നുള്ള ഒരു ജാഗ്രത, ഒരു ശ്രദ്ധ നമുക്കില്ലാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പൂന്തോട്ടത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്ന, നിങ്ങൾ വിത്ത് വിതച്ചിട്ട് പോയി, പിന്നെ നിങ്ങൾ അവിടെ 1 മാസം കഴിഞ്ഞാൽ പോയി നോക്കാൻ പോകുന്നത്, എന്തായിരിക്കും സംഭവിക്കുക? കള കയറി മൂടും. അത് അവിടെ മുഴുവൻ കളകളായിരിക്കും. നിങ്ങൾ വിതച്ച വിത്തും കാണില്ല, ചെടിയും കാണില്ല, അത് മുഴുവൻ കളകളായിട്ട് മാറും. ഇത് തന്നെ സംഭവിക്കുന്നു. വചനം അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അത് വളർന്നു വരും തീർച്ചയായിട്ടും. കാരണം അത് വിതയ്ക്കപ്പെട്ട വചനമാണ്, അത് വളർന്നു വരും. ആ വചനം വളർന്നു വരുമ്പോൾ നിങ്ങൾ ജാഗരൂകരല്ല എങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കളകൾ കയറും. പാപത്തിൻ്റെ കളകൾ കിളിർത്ത് നിങ്ങൾ ഉള്ളിൽ കിടക്കുന്ന വിട്ടുപോയിട്ടില്ലാത്ത പാപത്തിൻ്റെ കളകൾ വളരെ വേഗത്തിൽ പുതിയ പുതിയ ചെടികളായിട്ട് വളർന്നു വന്ന് അത് നല്ല വിത്തുകളെ മൂടിക്കളയും. നിങ്ങൾ വീണ്ടും പഴയ മനുഷ്യനായിട്ട് മാറും. അത് സംഭവിക്കരുത് പ്രിയപ്പെട്ടവരെ. അതിനൊരിക്കലും അവസരം കൊടുക്കരുത്. നിങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന ഈ വിത്തുകൾ ഇത് വളരുന്നുണ്ടോ? നമുക്കറിയാം, വിത്ത് വിതച്ചാൽ അതിന് വെള്ളം കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇത് വളരുകയുള്ളൂ. ഇതുപോലെ നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്റെ ഹൃദയം എന്ന നിലത്ത് നീ വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം കൊടുക്കണം. ആത്മീയമായ വളവും ആത്മീയമായ വെള്ളവും. എന്താണ് ആത്മീയമായ വളമെന്ന് പറയുക? നിന്റെ പ്രാർത്ഥനയാണ്, നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അതാണ് വളം. നമുക്കറിയാം, വിത്ത് വിതച്ചിട്ട് ആ മണ്ണില് വളം കൊടുക്കുന്നില്ലെങ്കിൽ ആ ചെടികൾ ശുഷ്കിച്ചു പോകും, ആരോഗ്യമുണ്ടാവുകയില്ല. പക്ഷെ വളം കൊടുത്തു കഴിഞ്ഞാലോ, അല്പം ചാണകമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭയങ്കര കരുത്തോടെ അത് വളർന്നു വരും, നല്ല പുഷ്പങ്ങളുണ്ടാകും, നല്ല ഫലങ്ങളുണ്ടാകും. അതാണ് വ്യത്യാസം. അപ്പോൾ വളങ്ങളില്ല എങ്കിൽ ആ മണ്ണിലുള്ള വളം വലിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ തീർന്നു, ആ വളം തീർന്നു. പിന്നെ ആ ചെടികളെ ശുഷ്കിച്ചു പോവുകയാണ്, അതിന് ഫലം തരാൻ പറ്റുന്നില്ല. നിന്റെ ഹൃദയത്തിൽ നിന്റെ പ്രാർത്ഥന കൊണ്ട് അവിടെ വളമുണ്ടാകണം. നിന്റെ പ്രാർത്ഥനയാണോ വളം? കാരണം പ്രാർത്ഥനയിലൂടെ നീ ദൈവമായിട്ട് ബന്ധപ്പെടുകയാണ്, എപ്പോഴും ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുകയാണ്. നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന, നിന്റെ തനിച്ചുള്ള ദൈവത്തോടുള്ള സ്നേഹപ്രകടനം, അതാണ് നിന്റെ പ്രാർത്ഥന. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കും, അവിടുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മുമ്പിൽ പോയി നിന്നോട് ദൈവം എനിക്ക് അത് വേണം ഇത് വേണം പറയുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ദൈവമായിട്ട് നടന്ന സംഭാഷണമാണ്. നിന്റെ ഹൃദയം തുറന്ന് നടന്ന സംഭാഷണമാണ്. അത് നിന്റെ നാവിൽ നിന്നായിരിക്കില്ല പുറപ്പെടുക, അത് നിന്റെ ഹൃദയത്തിൽ നിന്നായിരിക്കും പുറപ്പെടുന്നത്. നിന്റെ ഹൃദയം ദൈവത്തോട് സംസാരിക്കും, നിന്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കും. അത് നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടനങ്ങളായിരിക്കും ഹൃദയത്തിന് പുറപ്പെടുന്നത്. അതാണ് നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നത്, അതാണ് നിന്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്നത്, അതാണ് നിന്റെ വിതയ്ക്കപ്പെട്ട വചനത്തിന്, ആ വിത്തിന് ശക്തി പകർന്നു കൊടുക്കുന്ന വളമായിട്ട് മാറുന്നത്. കാരണം നീ നിന്റെ ഹൃദയം ദൈവമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് വെള്ളം, ജീവജലം. ഞാൻ പറഞ്ഞു വളവും വെള്ളവും വേണം. ആ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ഹൃദയത്തിൽ പുറപ്പെടുന്ന അഭിഷേകം, ആ പരിശുദ്ധാത്മാവ് അത് വളരെ വേഗം നിന്റെ ഹൃദയത്തിലേക്ക് പകരപ്പെടാൻ തുടങ്ങും. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിന്റെ ആത്മാവിലേക്ക് പകരപ്പെടുമ്പോൾ നിന്റെ വിതയ്ക്കപ്പെട്ട വിത്തുകൾ കിളിർക്കാൻ തുടങ്ങും. അത് വളർന്ന് നല്ല ചെടിയായി, വൃക്ഷമായി, അത് 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു പ്രക്രിയ സംഭവിക്കാൻ നീ വിട്ടുകൊടുക്കണം. ഞാൻ വീണ്ടും നിന്നോട് പറയുകയാണ്, നിനക്ക് ജീവൻ ഉണ്ടാകണം. നിന്നെ ഭരിക്കുന്ന മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് നീ പുറത്തു കടക്കണം. ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ സമൃദ്ധമായ ജീവൻ, ഈശോ പറഞ്ഞ വാക്കും വചനം ഏറ്റു പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യേശു വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി എന്നിൽ ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. ഈശോ വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി എന്നിൽ ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ അവിടുത്തെ ജീവൻ, സമൃദ്ധമായ ജീവൻ എന്നിൽ നിറയ്ക്കണമേ. എനിക്ക് ജീവൻ നൽകണമേ. നിർജീവമായ എല്ലാ അവസ്ഥകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. മരണത്തിന്റെ നിയമത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ.
നിങ്ങളുടെ വചനം അയച്ച് എന്നെ വിടുവിക്കണമേ. അവിടുത്തെ വചനം അയച്ച് എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനങ്ങൾ വിധിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ പാത്രമാണ് വിശ്വാസം. നമുക്കൊരു നല്ല പാത്രമില്ലെങ്കിൽ ഒന്നും ശേഖരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എറിയാൻ പോവുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ ഞാനങ്ങോട്ട് എറിയാൻ പോവുകയാണ്. അത് ഇങ്ങനെ തുടർച്ചയായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. 1 2 3 4 5 6 ഇങ്ങനെ തുടർച്ചയായി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കും. എന്താ ചെയ്യുന്നു പറ? ചാടി പിടിക്കും അല്ലേ? കൈകൊണ്ട് ചാടി പിടിച്ചു. അപ്പോൾ അടുത്ത് വരികയാണ്. നിങ്ങൾ നേരെ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചാടി പിടിക്കും. പക്ഷെ കൈക്കകത്തിരിക്കുക. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ അതെവിടെ എടുത്ത് മാറ്റി വെക്കണ്ടേ? സൂക്ഷിച്ച് വെക്കണം അല്ലേ? അതിന് പാത്രം ഉണ്ടാകണം. കയ്യിൽ പാത്രമുണ്ട്, സഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ വേഗം അതിനെ നിക്ഷേപിച്ചിട്ട് അടുത്തുവേണ്ടി കാത്തു നിൽക്കും, അടുത്ത് വരുന്നത് ചാടി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആര് ബുദ്ധിമാന്മാരായ ആളുകൾ ആവോളം ശേഖരിച്ച് തൻ്റെ പാത്രം നിറയ്ക്കും, തൻ്റെ സഞ്ചി നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനങ്ങൾ നിധികളാണ്. അത് സ്വർണ്ണത്തെക്കാളും വെള്ളിയേക്കാളും അമൂല്യമായ നിധികളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിധികളെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒരു പാത്രം ഒരുക്കി വെക്കണം. നിന്റെ ഹൃദയം എന്ന പാത്രത്തെ നീ വിശുദ്ധീകരിച്ച് ഒരുക്കി വെക്കണം. ആ ഹൃദയത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം അവിടെ വളരണമെങ്കിൽ, അത് ശക്തി പ്രാപിക്കണമെങ്കിൽ അത് വിശ്വാസം ഉണ്ടാണ് ഉള്ളില്. വിശ്വാസമില്ലാത്ത ഹൃദയം ഉണങ്ങിയവരുടെ ഭൂമിയാണ്. ഒന്ന് വീഴുന്നു, തെറിച്ചു പോകുന്നു, ഒന്ന് വീഴുന്നു, തെറിച്ചു പോകുന്നു, ഒന്നും സ്ഥാപിക്കപ്പെടില്ല. അനേകം ആളുകൾ വിശ്വാസമില്ലാത്തവരാണ്. ഇന്നലെ ഒരു ചേട്ടനെ ഞാൻ പ്രാർത്ഥിച്ചതിലൂടെ, ആരായിരുന്നു? ഇന്ന് രാത്രി ചേട്ടനെ പ്രാർത്ഥിച്ചു. ഒന്ന് എഴുന്നേറ്റ് ചേട്ടാ, ഒന്ന് എഴുന്നേറ്റ് ഇനി വരാമോ? എന്നിട്ട് ഞാനിവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, രാത്രി ശുശ്രൂഷ ഇറങ്ങി പോകുമ്പോൾ എന്നോട് തോമസത്തോട് പറഞ്ഞ ചേട്ടന് കരയാണ്, ഭയങ്കര വയറ്റുവേദനയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വെച്ചാൽ എന്താണ് ചേട്ടൻ സംഭവിച്ചത്? ഇന്നലെ രാവിലെ ഇവിടെ വന്നിടത്തോട്ട് വയറിന് ഭയങ്കരമായിട്ടുള്ള വേദന തുടങ്ങി. അതിനിടയ്ക്ക് ഈ വയറും കമ്പിച്ചിട്ട് എനിക്ക് ഇരിക്കാനും പാടില്ല, നിൽക്കാനും പാടില്ല, ഒന്നും പാലാത്ത അവസ്ഥയിൽ പോയി. ബ്ലഡ് ഇന്നലെ ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു വരാൻ. എനിക്ക് എന്നാൽ പറഞ്ഞു ബ്ലഡ് കുറച്ച് പോകുന്നുണ്ട് മൂത്രത്തിലുള്ള, അത് ചിലപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ ആണെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാനേതായാലും ഇന്ന് പോകാനെന്ന് മക്കളൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പോരുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകുന്നു. അവരോ തീർച്ചില്ല. ഇവിടെ നിന്ന് ബ്രദറെ കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അവിടെ തന്നെ കുറച്ച് കുറഞ്ഞായിരുന്നു. പിന്നെ വീട്ടിൽ പിന്നെ അറിഞ്ഞില്ല, വേദനപ്പില്ല. ദൈവം ഇന്നലെ ഞാനിവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വയറെ ഇങ്ങനെ പോലെ വയറെ ഇങ്ങനെ പിടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തോമസോറ് സാക്ഷിയാണ്. എന്നിരുന്നേ അല്ലേ? തോമസോറ് എന്നോട് പറഞ്ഞത് ഈ മകന് വയറ്റുവേദനയാണ്, ആൾ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? എന്താ വയറ്റ് ഹെർണിയ അസുഖം ഉണ്ടായിരുന്നു? ഹെർണിയുടെ അസുഖമുണ്ട്, ഇപ്പോഴുണ്ട്. അത് അറിഞ്ഞില്ല. എന്തായാലും പ്രാർത്ഥിച്ചപ്പോൾ എന്താ? ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ്. എന്താ സംഭവിച്ചപ്പോൾ? അപ്പോൾ എന്തായാലും വയറിന് കുറഞ്ഞിട്ട് പിന്നെ ഒരു അസ്വസ്ഥ പോലെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നിന്നു. പിന്നെ പോയി കിടന്ന് പിന്നെ 2 മണിയായപ്പോഴാണ് എണീച്ചത്. പിന്നെ വേദന ഉണ്ടായോ? പിന്നെ വേദന ഉണ്ടായില്ല. ഹല്ലേലൂയ. ഇന്നലെ ഈ മകനെ ഞാൻ 2 മിനിറ്റ് എടുത്ത് കാണില്ലല്ലേ? ഇറങ്ങി വന്നു, അതിന് അഭിഷേകം മല്ലേ കടന്നു ചെയ്യുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കി സുഖപ്പെട്ടു. ഞാൻ അവിടെ തിരിച്ചു പോയി, ചോദിക്കാൻ പോലും പോയില്ല സുഖപ്പെട്ടോ എന്ന്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യം, ഈ മകൻ്റെ വേദന മാത്രമല്ല, ഈ മകൻ അർപ്പിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് അവന് സൗഖ്യം നേടിക്കൊടുത്തത്. വിശ്വസിച്ചായിരുന്നോ? എന്താ വിശ്വസിച്ച്? സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. പൊയ്ക്കൊള്ളുക. ചില ആളുകളെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കല്ല് പോലെ ഇരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും കിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഈ മകൻ്റെ കണ്ണിൽ കണ്ടത് വിശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ കണ്ടത്. അത് നിമിഷ നേരം കൊണ്ട് കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റും.